അഡ്വർടൈസ്മെന്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളെ കളർ മിക്സിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രൈമറി കളേഴ്സ് മിനിമം കളേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരുപാടധികം കളേഴ്സ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെയും ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെയും ബേസിക്സ് ട്യൂട്ടോറിയൽസും മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. പുതിയതായിട്ട് ഈ ഫാമിലിയിലേക്ക് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ വീഡിയോ നോക്കാം. ഇതിന് മാത്രം കളറുകൾ എങ്ങനെയാണ് നിങ്ങൾക്കൊരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇത് ഒരുപാട് കളേഴ്സ് ഇല്ലേ, പല ഷെയ്ഡ്സ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഓൾമോസ്റ്റ് 100+ കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ചില ഷെയ്ഡ്സും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ താഴെ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കളറിൻ്റെയും ഷെയ്ഡ്സ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഓരോ കളേഴ്സും ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നമുക്ക് ഓരോ പെയിൻറ്റിങ് റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ നമുക്ക് പല ഷെയ്ഡ്സ് വേണം, അതായത് പല കളേഴ്സ് വേണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങും ആക്രിലിക് പെയിൻറ്റിങ്ങും ഒക്കെ പറഞ്ഞു തരാൻ പോയാൽ നിങ്ങൾക്ക് കുറേ അധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും എങ്ങനെയാണ് ഓരോ കളേഴ്സും കിട്ടുന്നത്. എന്നോട് ഓൾറെഡി കുറേ പേര് ചോദിക്കുകയും ചെയ്തു എങ്ങനെ എനിക്കൊക്കെ പല കളേഴ്സും കിട്ടുന്നില്ല, എങ്ങനെയാണ് ഞാനത് മിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കളർ മിക്സിങ് എളുപ്പമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ, ഇത് ട്രൈ ചെയ്യണം, ഇത് ചെയ്ത് നോക്കണം നിങ്ങൾ, എന്നാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് കണ്ടുപോയിട്ടൊക്കെ എനിക്ക് ഏത് കളർ മിക്സ് ചെയ്യാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ കളർ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരുപാട് കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ 3 കളേഴ്സാണ് മെയിനായിട്ട്. 3 കളേഴ്സ് പറഞ്ഞാൽ 3 കളേഴ്സിൻ്റെ 2 ബയസ്, അതായത് കൂൾ ബയസ്ഡും വാം ബയസ്ഡും കളേഴ്സാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കൂൾ കളേഴ്സായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് പ്രൈമറി കളേഴ്സാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂൾ കളേഴ്സ് പ്രൈമറി കളേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത് കൊബാൾട്ട് ബ്ലൂ, ലെമൺ യെല്ലോ, ക്രിംസൺ ലേക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ വാം കളേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത് അൾട്രാമറൈൻ ബ്ലൂ. അൾട്രാമറൈൻ ബ്ലൂ നമ്മളെ നോർമൽ സെറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ബ്ലൂവിൻ്റെ കൂടെ കുറച്ചൊരു ക്രിംസൺ മിക്സ് ചെയ്തിട്ടാണ് അൾട്രാമറൈൻ ബ്ലൂ ആയിട്ട് കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ യെല്ലോ, ഓക്കറും സ്കാർലറ്റ് ലേക്കും. ഇതാണ് നമ്മുടെ വാം കളേഴ്സ്. വാം കളേഴ്സ് എന്താണ്, കൂൾ കളേഴ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കളർ തിയറീൻ്റെ ഓൾറെഡി വീഡിയോസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓൾറെഡി അപ്ലോഡഡ് ആണ്, നിങ്ങളത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളെ കളവീൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ അപ്ലോഡഡ് ആണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ആവാതിരിക്കുക, എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കവറിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഫസ്റ്റ് ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പാരലലി ഇതിന് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ആദ്യം നിങ്ങൾക്ക് ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോർമലി കളർ മിക്സിങ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ കളേഴ്സൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 റോസ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മളെ പ്രൈമറി കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. ജസ്റ്റ് ഈ കാണുന്ന 3 പ്രൈമറി കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും കളേഴ്സ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും ഷെയ്ഡ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഷെയ്ഡ്സ് ഒക്കെ കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള മിക്സിങ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കളേഴ്സാണ്. അപ്പോൾ അതായത് നമ്മൾ ഇത് ക്രിംസണിൻ്റെ ഇത് ജസ്റ്റ് അതിൻ്റെ 2 ഷെയ്ഡ്സാണ്. അതായത് ഞാൻ ബ്രഷിനെ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ആ കളർ പിഗ്മെൻറ്റ്സിൻ്റെ മുകളിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന കളേഴ്സാണിത്. ഇത് നല്ല ഹൈ പിഗ്മെൻ്റ് ഉള്ളതിനെ കൊണ്ടാണ് ഇത്ര ഡാർക്കായി നിൽക്കുന്നത്. ഞാൻ പിന്നെയും എൻ്റെ ആ ബ്രഷിനെ ഒന്നും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ബ്രഷിൽ എത്ര വെള്ളം വരുന്നോ അത്രയും വെള്ളം എന്നുള്ള രീതിക്ക് എന്നിട്ട് കിട്ടുന്ന കളർ ഷെയ്ഡാണ് എനിക്കിത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ബ്രഷിനെ വെള്ളത്തിൽ മുക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കളറാണ് ഇത്. ഓക്കെ, അങ്ങനെ 3 ഷെയ്ഡ്സാണ് ഇതിൻ്റെ. ഇത് ഒരേ കളറിൻ്റെ 3 ഷെയ്ഡ്സാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കളറിൻ്റെ കൂടെ അതായത് നമ്മൾ ക്രിംസണിൻ്റെ കൂടെ കുറച്ചൊരു ലെമൺ യെല്ലോ ആഡ് ചെയ്താൽ കിട്ടുന്ന കളറാണ് ഇത്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ചും കൂടി യെല്ലോ ആഡ് ചെയ്തു.
ഇത് കുറച്ചും കൂടി അതേ കളറിൻ്റെ തന്നെ ഹൈ കോൺസെൻട്രേഷനുള്ള, അതായത് ഹൈ കളർ പിഗ്മെൻറ്റ്സ് ഉള്ള കളറാണ്. ഇപ്പോൾ ഡിഫറൻസ് കണ്ടോ നിങ്ങൾ, വെള്ളം കൂടിയ കളറിൻ്റെയും വെള്ളം ഇല്ലാത്ത കളറിൻ്റെയും. അതായത് ഇവിടെ പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് ആണ് കൂടുതൽ, ഇതിൽ വെള്ളമാണ് കൂടുതൽ. ആ ഒരു ഡിഫറൻസ് ആണിത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് യെല്ലോ ഇട്ടു, പിന്നെയും യെല്ലോ. അങ്ങനെ യെല്ലോ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന ട്രാൻസിഷൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ ഈ കളേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ക്രിംസൺ എടുക്കുക, അതിനകത്ത് കുറച്ച് യെല്ലോ ഇട്ടിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര കൂടുതൽ യെല്ലോ ഇടുന്നോ അതിൻ്റെ കളർ ഷെയ്ഡ് മാറിയിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരും. അപ്പം നമ്മൾ ഒരു കളർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കളർ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ യെല്ലോ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ക്രിംസൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ ആയപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ വന്ന് യെല്ലോൻ്റെ ഷെയ്ഡിലേക്ക് വന്നു. ഇത് നമ്മൾ ലെമൺ യെല്ലോ, ഇത് ലെമൺ യെല്ലോ ഡയറക്റ്റ് അടിച്ചതാണ്. കാരണം നമ്മൾ എത്ര ക്രിംസൻ്റെ കൂടെ എത്ര ലൈറ്റ് ആക്കി എന്ന് പറഞ്ഞാലും യെല്ലോയിൽ ഒരു ചെറിയ ക്രിംസൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡുള്ള കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ആ ട്രാൻസിഷൻ ഏത് രണ്ട് കളറിൻ്റെ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് രണ്ട് കളറിൻ്റെ നടുവിലാണ്, അതായത് ഇപ്പം ഇവിടെ ക്രിംസണും ഇവിടെ ലെമൺ യെല്ലോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇതൊക്കെ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിംസണും യെല്ലോവിൻ്റെയും പല കോമ്പോസിഷനിലാണ് ഈ ഒരു കളർ കിട്ടുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പം നമ്മളിത് ഓൾറെഡി ഇങ്ങനെ ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കളർ വേണം. അപ്പം കളർ വേണമെങ്കിൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യും, ക്രിംസൺ എടുക്കും, ലെമൺ യെല്ലോ എടുക്കും, മിക്സ് ചെയ്യും, കൂടുതൽ യെല്ലോ ഉള്ളൊരു കളറിനെ മിക്സ് ചെയ്യും. ഇപ്പം ഇവിടെയുള്ളൊരു കളറാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ റെഡ് ക്രിംസൺ ആണ് കൂടുതലുള്ളത്, യെല്ലോ ആണ് കുറവുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ ക്രിംസണും കുറച്ച് യെല്ലോ എടുക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഉള്ളതാണെങ്കിൽ സെയിം പോലെ തന്നെ നിങ്ങൾ കൂടുതൽ യെല്ലോ എടുക്കും, കുറച്ച് ക്രിംസൺ എടുക്കും. ആ ഒരു രീതിക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കളറ് കിട്ടും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യെല്ലോ എത്തിയില്ലേ, അപ്പം ഇനി ഇത് നമ്മൾ യെല്ലോ എത്തി. ഇനി യെല്ലോ എത്തിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് യെല്ലോയിൽ കുറച്ചിട്ട് ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക, ഭയങ്കര കുറച്ച്. അതായത് നമ്മൾ കൊബാൾ ബ്ലൂ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കൊബാൾ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഗ്രീനിലേക്ക് ട്രാൻസിഷൻ വന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ബ്ലൂവിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കളറ് ഓൾമോസ്റ്റ് ഒരു ബ്ലൂ ഗ്രീനിലേക്ക് മാറി. അപ്പോൾ യെല്ലോയിൽ ബ്ലൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ബ്ലൂ ആഡ് ചെയ്ത് വന്നു. ഇവിടെ വന്നപ്പം ഇത് കൊബാൾ ബ്ലൂ എത്തി. അതായത് യെല്ലോയിൽ കൂടുതൽ ബ്ലൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്ത് ഗ്രീനിൻ്റെ ട്രാൻസിഷൻ വന്നു, ഗ്രീൻ കടന്ന് വന്നു, ഇവിടെ ബ്ലൂ എത്തി. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ റെഡ് ടു യെല്ലോ ട്രാൻസിഷൻ തന്നെയാണ് യെല്ലോ ടു ബ്ലൂ ട്രാൻസിഷനും വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബ്ലൂവിൽ കുറച്ച് റെഡ് കൂട്ടുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ സ്ലൈറ്റ്ലി ഇങ്ങോട്ട് പോകുമ്പം റെഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി വന്ന് നമ്മൾ ക്രിംസണിലെത്തി. ഓക്കെ, ഇതുവരെയാണ് നമ്മളെ കളർ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ വരുന്നത്. ഇതേ സെയിം ട്രാൻസിഷനാണ് നമ്മളെ കളർ വീലിലുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് റെഡിന്ന് റെഡിലേക്ക് ഓറഞ്ച് ആഡ് ചെയ്ത് വന്നു, യെല്ലോ എത്തി, യെല്ലോന്ന് ബ്ലൂവിലേക്ക് പോകുന്ന വഴിക്ക് ഗ്രീൻ വന്നു, ബ്ലൂന്ന് റെഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പേർപ്പിൾ ഷെയ്ഡ് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കളർ വീലിലെ കളേഴ്സും അതേപോലെ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് പല കളേഴ്സും മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ മനസ്സിലായി, ഈ ഒരു കളർ ഷെയ്ഡ് എവിടെ ആയിരിക്കും, അത് ഓൾമോസ്റ്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഡാർക്ക്, അതിൻ്റെ കളർ പിഗ്മെൻറ്റ്സ് കൂടുതലുള്ളതിനെ കൊണ്ടാണ് അത് ഇത്ര ഡാർക്കായി നിൽക്കുന്നത്. ഇതേ കളറിൻ്റെ നമുക്ക് കൂടുതൽ കളർ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഡാർക്കായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ബ്രൗൺ കിട്ടിയത് എന്ന് പറയുന്നത് നമ്മൾ റെഡും യെല്ലോവും, അതായത് നമ്മൾ മൂന്ന് പ്രൈമറി കളേഴ്സിനെ ഒരുമിച്ച് മിക്സ് ചെയ്യാണ്. പക്ഷെ പല കോൺസെൻട്രേഷനിൽ, അതായത് ഈ ഒരു കളറിൽ കൂടുതൽ റെഡാണുള്ളത്, യെല്ലോവും ബ്ലൂവും ഭയങ്കര കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഈ ഒരു ഷെയ്ഡായത്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ റെഡ് കൂടി അല്ലെങ്കിൽ ബ്ലൂ കുറച്ചിട്ട് അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത്രയും പല ഷെയ്ഡ്സ് വന്നിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇതൊക്കെ അതേപോലെ റെഡിൻ്റെയും ബ്ലൂവിൻ്റെ ഒക്കെ പല ഷെയ്ഡ്സ്. ഇവിടേക്ക് വന്നപ്പോഴേക്ക് റെഡിനകത്ത് റെഡ് കുറഞ്ഞിട്ട് ബ്ലൂ കൂടി കൊടുത്തു. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ബ്ലൂ കൂടി വന്നു, യെല്ലോ അധികം കൂട്ടിയിട്ടില്ല, ക്രിംസൺ പിന്നെ കൂട്ടുന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇങ്ങോട്ടും വന്നപ്പം നമ്മൾ ക്രിംസൺ കുറച്ചിട്ടുണ്ട്, ബ്ലൂവും യെല്ലോവും കുറച്ചും കൂടി കൂടിയിട്ടുള്ള കോൺസെൻട്രേഷനിൽ വന്നപ്പോൾ ഇവിടെ ഈ കളറെത്തി. അത് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂവും യെല്ലോവും മിക്സ് പ്ലസ് കുറച്ചൊരു ക്രിംസൺ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഈ ഒരു കളർ അല്ല ഇത്. ഓക്കെ, ഇത് കുറച്ചൊരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഗ്രീനാണിത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ പോയിട്ട് ഇതിനകത്ത് നമുക്ക് ക്രിംസൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഡാർക്ക് കോൺസെൻട്രേഷൻ കളറാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എന്താ പറയുക മഡി കളർ അല്ലെങ്കിൽ ഒരു ഡള്ളായിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ മണ്ണൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കളർ ഷെയ്ഡിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ച്. അപ്പോൾ അതിനൊക്കെയുള്ള കളേഴ്സ് മിക്സ് ചെയ്യുന്നത്, അതായത് 3 കളേഴ്സ് മിക്സ് ചെയ്തിട്ട്.
ഇനി നമ്മൾ അടുത്ത ഒരു തേർഡ് റോയിലേക്ക് വന്നു. അപ്പോൾ തേർഡ് റോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഈ കളേഴ്സ് നമ്മൾ ഫുൾ മിക്സ് ചെയ്തിരിക്കുന്നത് വാമായിട്ടുള്ള പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട് വാമായിട്ടുള്ള പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണെന്ന്. അപ്പം അത് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾ ഈ കളർ റേഞ്ച് കണ്ടോ, ഭയങ്കര വ്യത്യാസമില്ലേ? ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതാണ് നമ്മളെ റെഡായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്രിംസൺ ആയിരുന്നു യൂസ് ചെയ്തത്, ഇവിടെ സ്കാർലറ്റ് ആണ് യൂസ് ചെയ്തത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് കൂളായിട്ടുള്ള ഈ ഒരു കളറിന് നമുക്ക് ഒരിക്കലും ഈ ഒരു കളറിന് കിട്ടില്ല, മിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ലെമൺ യെല്ലോ ഒന്നും നമുക്ക് വാം കളേഴ്സ് യൂസ് ചെയ്ത് മിക്സ് ചെയ്താൽ കിട്ടില്ല. നിങ്ങൾ കളർ ഷെയ്ഡ്സിൽ ആ ഒരു വേരിയേഷൻ കണ്ടു. ഇവിടേക്കൊക്കെ വന്നപ്പം ഭയങ്കര ഡള്ളായിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഓൾ ദി 3 കളേഴ്സ് മിക്സ് ചെയ്തപ്പോഴുള്ള റിസൾട്ടാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ആ റോ കഴിഞ്ഞു. ഇനി അടുത്ത റോയിൽ എന്ന് പറയുമ്പം ഇതാണ് നമ്മൾ അടുത്ത റോ. ഓക്കെ, ഈ ഒരു റോയിൽ നമ്മൾ കളർ മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കളർ വീല് ഡയറക്റ്റ് നമ്മൾ ഏതൊക്കെയാണ് കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ക്രിംസണിനകത്ത് യെല്ലോ ഇട്ടു. നമ്മൾ ഈ ഒരു കളർ വീലിൻ്റെ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാം കളേഴ്സും എടുത്തിട്ടുണ്ട്, കൂൾ കളേഴ്സും എടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് പ്രൈമറി കളേഴ്സിനകത്ത് കൂൾ കളേഴ്സ് മാത്രം എടുത്തിട്ടല്ല ഞാനിത് മിക്സ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പം നമ്മളെ കളർ വീൽ നോക്കുകയാണെങ്കിൽ വാം റെഡ്, കൂൾ റെഡ്. വാം റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കാർലറ്റ് ലേക്ക്. അപ്പോൾ സ്കാർലറ്റ് ലേക്കിനകത്ത് നമ്മൾ കുറച്ച് യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടും. നമ്മൾ യെല്ലോ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് എത്തും. ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ട് ഈ ഷെയ്ഡ്, അതായത് വാം യെല്ലോ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് തന്നെ കിട്ടും. അതിനകത്ത് നിന്ന് കൂൾ യെല്ലോയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ലെമൺ യെല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ലെമൺ യെല്ലോ യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് അതിനകത്ത് ബ്ലൂ ആഡ് ചെയ്തു, കൂൾ ബ്ലൂ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ പാസ്സായി ബ്ലൂവിൻ്റെ വേറെ ഷെയ്ഡിലേക്ക് എത്തും. ബ്ലൂവിനകത്ത് അതേപോലെ നമ്മൾ അതായത് കൂൾ ബ്ലൂവിനകത്തല്ല പിന്നെ നമ്മൾ റെഡ് ആഡ് ചെയ്യുന്നത്, അതായത് ക്രിംസൺ ആഡ് ചെയ്യുന്നത്. നമ്മൾ വാം ബ്ലൂവിലാണ് ക്രിംസൺ ആഡ് ചെയ്യുന്നത്. അതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, നിങ്ങളിവിടെ ബയസ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കളറ് മിക്സ് ചെയ്ത് കാണിച്ചു തരുന്നത് അതൊരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ബ്രൈറ്റ് കളേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ബയസിങ് ചേഞ്ച് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡള്ളും ഡാർക്കും ആയിട്ടുള്ള ഒരു മഡി ആയിട്ടുള്ള കളേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ അതല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കളർ വീലിൻ്റെ ഓർഡറിൽ മിക്സ് ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് റിസൾട്ട് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കളർ വീലിൻ്റെ സ്ട്രിപ്പ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയസിങ് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കളർ വീൽ ഇങ്ങനെയാണല്ലോ. അപ്പോൾ കളർ വീലിൽ ആദ്യം വാം കളർ എടുക്കും. അപ്പോൾ വാം കളറിൻ്റെ കൂടെ വാം യെല്ലോയ്ക്ക് പകരം കൂൾ യെല്ലോ മിക്സ് ചെയ്യും. ഓക്കെ, അത് റോങ് ഓർഡറിൽ ചെയ്ത് നോക്കുകയാണ് നമുക്ക്. കാരണം അതായത് നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇങ്ങനെ റോങ് ഓർഡറിൽ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കളർ വരിക എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതായത് വാം റെഡിൻ്റെ കൂടെ നമ്മൾ കൂൾ യെല്ലോ മിക്സ് ചെയ്യും. കൂൾ യെല്ലോൻ്റെ കൂടെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ വാം ബ്ലൂ മിക്സ് ചെയ്യും. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ? ഇതിനകത്ത് കൂൾ ബ്ലൂവിൻ്റെ കൂടെ ഞാൻ വാം ബ്ലൂ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കളർ ഇതാണ്. അതേസമയം നിങ്ങളിവിടെ കണ്ടോ, കൂൾ യെല്ലോവിൻ്റെ കൂടെ കൂൾ ബ്ലൂ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കളർ ഷെയ്ഡ്സ് ഭയങ്കര വ്യത്യാസമാണ്. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് മേജർ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ ബയസിങ് കറക്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ കൂൾ കളേഴ്സ് വാം കളേഴ്സ് നോക്കിയിട്ട് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് കളേഴ്സ് കിട്ടുമെന്ന് പറയുന്നത് എന്നുള്ള റീസണാണിത്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്, പക്ഷെ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. അതായത് ഏതൊക്കെ ഷെയ്ഡ്സ് ആണ് വരാമെന്ന് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇതേ സംഭവം തന്നെ നമ്മൾ പക്ഷേ ആദ്യം വാം റെഡും വാം യെല്ലോനകത്ത് യെല്ലോനെ മാറ്റല്ലേ ചെയ്തേ. അപ്പം നമ്മളിനി വാം യെല്ലോനെ അവിടെ തന്നെ വെച്ചിട്ട് വാം റെഡിനെ മാറ്റിയിട്ട് കൂൾ റെഡ് ആക്കുക. അതായത് വാം യെല്ലോവും കൂൾ റെഡും വെച്ച്, അതായത് ജസ്റ്റ് സ്വിച്ച് ചെയ്യുക. ഭയങ്കര കൺഫ്യൂസിങ് ഒക്കെ ആക്കണ്ട. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഓൾറെഡി ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് അതുപോലെ മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, കളർ മാറുന്നുണ്ടോ? നമ്മൾ ബയസിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ്സ് വാം ടോൺ കൂൾ ടോൺ മാറ്റുന്നതനുസരിച്ച് കളറിൻ്റെ ഷെയ്ഡ്സ് വന്നത് കണ്ടോ? ഭയങ്കര വ്യത്യാസമില്ലേ? കാരണം ചില കളേഴ്സ് ഇപ്പോൾ ഈ ഒരു റോളിൽ ഇത്രയും കളേഴ്സ് കുറച്ച് ഡള്ളായിട്ടും ഈ ഒരു കളറിൻ്റെ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് ഇത് ഡള്ളായിട്ട് അങ്ങനെയൊക്കെയല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ ബ്രൈറ്റ് ആയിട്ട് ഇവിടെ അതേസമയം ഡള്ളായിട്ട്. അപ്പോൾ ഇത് ബയസിങ് മാറിയതിനെ കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ്ലി
എന്താണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഒരു കളറിന് നമ്മളെ കളർ വീലിന് ഒരു കളറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറാണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ. അതായത് ഇപ്പോൾ നമ്മൾ റെഡ് എടുക്കുകയാണ്, റെഡിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഗ്രീന്. അപ്പോൾ ഇത് റെഡ്, ഇത് ഗ്രീൻ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളറാണ് ഇത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നത് കോംപ്ലിമെൻ്ററി കളേഴ്സിനെ മിക്സ് ചെയ്ത് ചെയ്യരുത്. അതായത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡൾ കളറാണ് നമുക്ക് കിട്ടുക, അതായത് മടിയ കളറാണ് നമുക്ക് കിട്ടുക. അതേപോലെ ഓറഞ്ചും കുറച്ച് അതിൻ്റെ ഓറഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡ്, നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് ജസ്റ്റ് ഒരു ട്രാൻസിഷനുള്ള ഷെയ്ഡ്, അതായത് നമ്മൾ ടെറിഷറി കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. അപ്പോൾ ആ കളറിൻ്റെ രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കളറാണ് കിട്ടുന്നത്. ഇതുപോലെ നമ്മൾ ഓരോ കളേഴ്സിന്, അതായത് നമ്മളെ കോംപ്ലിമെൻ്ററി കളേഴ്സിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളർ ഷെയ്ഡ്സ് ഭയങ്കര ഡള്ളായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളിവിടെ കോംപ്ലിമെൻ്ററി കളേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കോംപ്ലിമെൻ്ററി കളേഴ്സിന് ഈ കളേഴ്സ് നമുക്ക് വേണ്ടാന്നല്ല, ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല. നമുക്ക് ഈ കളേഴ്സ് ആവശ്യം വരും, അതായത് ബ്രാഞ്ച് ചെയ്യാൻ, ഗ്രൗണ്ട് ചെയ്യാൻ, മണ്ണിൻ്റെ കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആക്ച്വലി ഈ കളേഴ്സ് ആവശ്യം വരും. അപ്പോൾ ഈ കളർ ആവശ്യം വരുന്ന സ്ഥലത്ത് നമ്മളിത് ചെയ്യുക. അതല്ലാണ്ട് അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ ഈ കളേഴ്സിനെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ യെല്ലോവും ഇതും നല്ല ലാവൻഡർ മേഡം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അടിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കളർ മിക്സിങ്ങിൽ കുറേ പേർക്ക് പ്രശ്നമുണ്ട്, എങ്ങനെയാണ് കളേഴ്സ് കിട്ടുകയെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കളേഴ്സിനെയൊക്കെ മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ഉണ്ട്, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തിട്ട് പല കളർ ഷെയ്ഡ്സ്, ഓൾമോസ്റ്റ് 200 ഷെയ്ഡ്സ് എങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളത് പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.